പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് ഓരോ മനുഷ്യനും ജന്മം നൽകുക ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പോലും എൻ്റെ ഈ കാര്യത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 8ാമത്തെ മകനാണ്. ദൈവം തിരുമനസ്സായിട്ടാണ് എൻ്റെ അമ്മയുടെ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്നും 8ാമത്തെ മകനായി ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയത്, എൻ്റെ കഴിവോ നേട്ടമോ അല്ല. ആ പൗരോഹിത്യത്തിൻ്റെ ആ പ്രത്യേകത ദൈവം സ്വന്തമായി തിരഞ്ഞെടുത്തു, ദൈവം പ്രത്യേകമായി സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിലാണ് ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുക. ഈ വെള്ളിയാഴ്ചകളിൽ കടന്നു വരുന്ന മക്കൾക്ക് ദൈവത്തിന് അനുഗ്രഹം പകർന്നു നൽകുക. മിസ്റ്റർ മാർഗരറ്റ് പറയാറുണ്ട്, സഹനങ്ങളില്ലാതെ സ്നേഹിക്കുവാനാവില്ല എന്നതിൻ്റെ അടയാളമാണ് കുരിശും ദിവ്യകാരുണ്യവും. എനിക്ക് കുരിശിനെയും ദിവ്യകാരുണ്യത്തെയും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടം എനിക്ക് ചാർത്തി നിന്ന് ഞാൻ പറയും, ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, പിതാവായ ദൈവത്തിൻ്റെ കരുതലാണ്. കാർഡിനൽ ന്യൂമാൻ പറയുന്നുണ്ട്, കത്തോലിക്ക സഭയെ വ്യതിരിക്തമാക്കുന്ന പരമപ്രധാന യാഥാർത്ഥ്യം പരിശുദ്ധ കുർബാനയാണ് എന്ന്. ഒപ്പം മിസ്റ്റർ അൽഫോൻസിക്കോൾ പറയുന്നു, ആത്മാവുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാനുള്ള അവൻ്റെ അടങ്ങാത്ത ആശയാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരിക്കലും തീരില്ല. അത് യുഗാന്ത്യം വരെ വ്യത്യസ്തമായിരിക്കും. എനിക്കും പറയാനുള്ള ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പലതും, കാരണം എൻ്റെ ജീവിതം തന്നെ ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യത്തെ മാറ്റിവെച്ചിട്ടുള്ള ജീവിതം എനിക്കില്ല. ദിവ്യകാരുണ്യം എനിക്കെന്നും ശക്തിയാണ്. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ഏകദേശം 1 മണിക്കൂറോളം എങ്കിലും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഞാൻ ഓരോ കുർബാനയും അർപ്പിക്കുക. അത് ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കഴിവല്ല, ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അവിടുത്തെ ദൈവമല്ലാതെ ഒന്നുമല്ല, അവിടുത്തെ കാരുണ്യമല്ലാതെ ഒന്നുമല്ല. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം തിരുവചനം, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ കുറേ മണിക്കൂറുകൾ ദിവ്യാനസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റു പലരുമൊക്കെ കളിക്കാനും വ്യായാമത്തിൽ ഏർപ്പെടാനും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴും ദൈവം എന്നോട് എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി. ഞാൻ പറയും, ദൈവത്തിന് പ്രത്യേകമായ സ്നേഹം എന്നിലൂടെ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് ശക്തി എന്നിൽ വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം എന്നെ പ്രത്യേകമായ വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ദൈവം അനാദിയിൽ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തിൽ 8ാമനായിട്ട് കടന്നു വന്നത്. ആ ദൈവസ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം അവർണ്ണീയമാണെന്ന് അംഗീകരിക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്യുകയാണ്. ആ സ്നേഹമായ ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിത്യം വസിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അസ്തിത്വം തന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഞങ്ങളെ ഓരോ കാര്യത്തിനും ഉപകരണമാക്കുന്ന ദിവ്യകാരുണ്യമേ, എന്നെയും അങ്ങ് പൗരോഹിത്യത്തിൽ ഉയർത്തിയതിനെ ഓർത്ത്, എൻ്റെ ജീവിതം അങ്ങ് അനുഗ്രഹമാക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതിനു മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.